നമ്മൾ ആരാണ്, നമ്മൾ എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ടായിരുന്നു, അല്ലേ? എന്നാൽ മൊറോക്കോയിലെ ഒരു ഗുഹയിൽ നിന്ന് കിട്ടിയ ഒരൊറ്റ കണ്ടെത്തൽ നമ്മളെ വിശ്വസിച്ചിരുന്ന കഥയെ മുഴുവനായി മാറ്റിമറിച്ചു. മനുഷ്യചരിത്രത്തിലെ ആ വലിയ രഹസ്യത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോ ശരിക്കും എവിടെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്? പതിറ്റാണ്ടുകളായി ശാസ്ത്രലോകം ഇതിനൊരുത്തരം നൽകിയിരുന്നു. എന്നാൽ ആ ഉത്തരം ഒരുപക്ഷെ പൂർണ്ണമായും ശരിയായിരുന്നില്ല എന്ന് തെളിയിച്ച ഒരു കണ്ടെത്തലിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ ഈ പുതിയ കഥയിലേക്ക് കടക്കുന്നതിനു മുമ്പ് നമ്മളെല്ലാവരും ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന ആ പഴയ കഥ എന്തായിരുന്നുവെന്ന് പെട്ടെന്നൊന്ന് നോക്കിയാലോ? അതായത് സ്കൂളുകളിലും പുസ്തകങ്ങളിലുമൊക്കെ നമ്മൾ പഠിച്ച ആ ഒരു ധാരണയില്ലേ, അതിനെക്കുറിച്ച്. കിഴക്കൻ ആഫ്രിക്ക കേട്ടിട്ടില്ലേ? മനുഷ്യരാശിയുടെ തൊട്ടിൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരൊറ്റ സ്ഥലം. അവിടെ നിന്നാണ് നമ്മളെപ്പോലെയുള്ള ആധുനിക മനുഷ്യരുണ്ടായതെന്നും പിന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പടർന്നതെന്നും നമ്മളെല്ലാം പഠിച്ചു വച്ചിരുന്നു. പതിറ്റാണ്ടുകളോളം ഇത് തർക്കമില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ആഫ്രിക്കയുടെ അങ്ങേയറ്റത്ത് മൊറോക്കോയിലെ ഒരു സാധാരണ ഗുഹയ്ക്കുള്ളിൽ ഈ ചരിത്രത്തെ മുഴുവൻ തിരുത്തിയെഴുതാൻ പോന്ന ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആ ഒരു കണ്ടെത്തലാണ് നമ്മുടെ കഥയുടെ ഗതി മാറ്റിയത്. അതായത് അതൊരു വെറും കണ്ടെത്തലായിരുന്നില്ല, നമ്മൾ പഠിച്ച ചരിത്ര പുസ്തകത്തിലെ ഒരു പേജ് കീറിക്കളയുന്നത് പോലെയായിരുന്നു അത്. ആ ഗുഹയ്ക്കുള്ളിൽ കിട്ടിയ തെളിവുകൾ ഒരൊറ്റ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. നമ്മുടെ കഥയുടെ തുടക്കം നമ്മൾ വിചാരിച്ച സ്ഥലത്തല്ല. അപ്പൊ എന്തായിരുന്നു ആ തെളിവുകളല്ലേ? എന്താണ് ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് അവർക്ക് കിട്ടിയത്? നമ്മുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതാൻ മാത്രം ശക്തമായ ആ ഫോസിലുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അവർക്ക് കിട്ടിയത് കുറച്ചു താടിയെല്ലുകൾ, പിന്നെ പല്ലുകൾ, അസ്ഥികൂടത്തിന്റെ കുറച്ചു ഭാഗങ്ങൾ, ഇതൊക്കെയാണ്. ഒറ്റനോട്ടത്തിൽ ഇതൊക്കെ വെറും എല്ലിൻ കഷ്ണങ്ങളായിട്ട് തോന്നാം. പക്ഷേ ഈ ചെറിയ കഷ്ണങ്ങളിലാണ് നമ്മുടെ എല്ലാം ഉത്ഭവത്തെക്കുറിച്ചുള്ള വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞിരുന്നത്. വെറും ഫോസിലുകളെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അത് രണ്ടു മുതിർന്നവരുടേതും ഒരു കുട്ടിയുടേതുമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ഒരു കുടുംബമായിരിക്കാം അത്. അതുകൊണ്ട് തന്നെ ഇതൊരു ശാസ്ത്രീയ കണ്ടെത്തൽ എന്നതിലുപരി നമ്മളെ വൈകാരികമായി സ്പർശിക്കുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോ ശരി, ഈ എല്ലിൻ കഷ്ണങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ചരിത്രത്തെ മുഴുവൻ തിരുത്തിയെഴുതിയത്? അതാണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മുടെ എല്ലാം ധാരണകളെ തകിടം മറിച്ച ആ നിമിഷം. നോക്കൂ, ഇതാണ് വലിയ മാറ്റം. പഴയ ധാരണ വെച്ച് കിഴക്കൻ ആഫ്രിക്കയിലെ ഒരൊറ്റ സ്ഥലമായിരുന്നു മനുഷ്യരാശിയുടെ തൊട്ടിൽ. പക്ഷെ പുതിയ കണ്ടെത്തൽ പറയുന്നത് അതല്ല. ആഫ്രിക്ക എന്ന വലിയ ഭൂഖണ്ഡം മുഴുവൻ നമ്മുടെ ഉത്ഭവത്തിന്റെ കേന്ദ്രമായിരുന്നു എന്നാണ്. അതായത് ഒരൊറ്റ തൊട്ടിലല്ല, ഒരുപാട് സ്ഥലങ്ങൾ ചേർന്ന ഒരു വലിയ തൊട്ടിൽ. ഇതൊരു ചെറിയ മാറ്റമല്ല, നമ്മുടെ ചരിത്രത്തിന്റെ അടിത്തറ തന്നെയാണ് ഇവിടെ മാറുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ലക്ഷക്കണക്കിന് വർഷം മുൻപുള്ള ഈയൊരു കാര്യത്തിന് ഇന്നെന്താ ഇത്ര പ്രസക്തി? ഇത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ശരിയാണ്, നമുക്ക് നോക്കാം. ഈയൊരു വാചകം പറയുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഓരോ പുതിയ കണ്ടെത്തലും നമുക്ക് ചില ഉത്തരങ്ങൾ തരും, പക്ഷേ അതിനേക്കാൾ കൂടുതൽ പുതിയ ചോദ്യങ്ങളുണ്ടാക്കും. ചരിത്രമെന്ന് പറയുന്നത് കല്ലിൽ കൊത്തിവെച്ച ഒന്നല്ലെന്ന് നമ്മൾ ഓർക്കണം. ഓരോ പുതിയ തെളിവ് വരുമ്പോഴും അത് സ്വയം പുതുക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: നമ്മുടെ ചരിത്രം ഒരു നീർരേഖയിലുള്ള ലളിതമായ കഥയല്ല, മറിച്ച് ആഫ്രിക്ക എന്ന വലിയ ഭൂഖണ്ഡത്തിൽ പലയിടങ്ങളിലായി പടർന്നുകിടക്കുന്ന നമ്മൾ വിചാരിച്ചതിലും ഒരുപാട് സങ്കീർണവും സമ്പന്നവുമായ ഒരു വലിയ കഥയാണ്. അപ്പോ ഇനിയും എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും കാലം നമുക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക, അല്ലേ? മൊറോക്കോയിലെ ആ ഗുഹ ഒരു വാതിൽ മാത്രമായിരുന്നു. ഇനിയും ഇതുപോലെ എത്രയെത്ര വാതിലുകൾ തുറക്കാൻ കിടക്കുന്നുണ്ടാവാം. നമ്മുടെ സ്വന്തം കഥ തേടിയുള്ള യാത്ര അതൊരിക്കലും അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.